ഹലോ ഗൈസ്, വെൽക്കം ടു ക്വസ്റ്റ്യൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സ്പേസ് ഗോഡ്സിലെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സോ ആരാണ് സ്പേസ് ഗോഡ്സില, എന്തൊക്കെ പവേഴ്സ് ഉണ്ട്, മൊത്തം നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്തേക്കാം. സോ നേരെ വീഡിയോട്ട് എടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ മോൺസ്റ്റർ വേഴ്സിൽ ഉടൻ തന്നെ ഒരു സ്പേസ് ഗോഡ്സിൽ വരും എന്നൊക്കെയാണ് പറയുന്നത്, ഒരു വില്ലനായിട്ട്. സോ അതിനെപ്പറ്റി നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാ. സോ വന്നാൽ പൊളിയായിരിക്കും. സ്പേസ് ഗോഡ്സിൽ ഒരു ഈവിലായിട്ടുള്ള ഒരു ടൈറ്റൻ തന്നെയാണ്, പക്ക ഈവിലാണ്. ഇതൊരു ഡിസ്ട്രോയർ കാറ്റഗറി പെടുന്ന ടൈറ്റനാണ്. അപ്പോൾ ഈ ഒരു സ്പേസ് ഗോഡ്സിലെ ഒറിജിനലോട്ട് കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ പല ആൾക്കാർക്ക് ഡൗട്ട് വരും, ഈ സ്പേസ് ഗോഡ്സില എന്ന് ഇതിനെന്തിനാണ് പറയാനെന്ന് പലർക്ക് ഡൗട്ട് വരാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് ഇതുപോലെ നമ്മുടെ ഗോഡ്സിലയുടെ വല്ല വെർഷനുമാണ്, ഇത് ഗോഡ്സിലുമായിട്ട് എന്താണ് ബന്ധം എന്നൊക്കെ പല ഡൗട്ട്സും ഉണ്ടാകും. അപ്പോൾ അത് ഇതിൻ്റെ ഓറിജിൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടാകും. ഇതിൻ്റെ ഓറിജിൻ വന്ന് വളരെ സിമ്പിളാണ്. കാരണം എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഹ്യൂമൻസ് ആണെങ്കിൽ ഗോഡ്സിലയുടെ DNA എടുത്തിട്ട് സ്പേസിലോട്ട് വിടും. സോ സ്പേസിലോട്ട് പോയ നമ്മുടെ ഈ ഗോഡ്സിലെ DNA വന്ന്, നിങ്ങൾ ആലോചിക്കുക എന്തിനാണ് ഇവർ ഗോഡ്സിലയുടെ DNA എടുത്ത് സ്പേസ് വിട്ടതിന്, അത് അവന്മാർക്ക് തന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ സ്പേസിൽ പോയ ഗോഡ്സിലയുടെ ആ ഒരു DNA സെൽസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ബ്ലാക്ക് ഹോൾ വഴി കയറി അവിടെ നിന്ന് എന്താ പറയുക റീമേജ്ഡ് ആയിട്ട് വൈറ്റ് ഹോൾ വഴി വെളി വരും. അതിൽ പ്രധാനമായിട്ട് ഒരു ക്രിസ്റ്റലൈൻ ഓർഗാനിസമായിട്ട് ഇത് ഇവോൾവ് ആയാണ് ഇത് ഫൈനലായിട്ട് സ്പേസ് ഗോഡ്സിലായിട്ട് മാറുന്നത്. സോ ഒരു ക്രിസ്റ്റലൈസ് ഓർഗാനിസം എന്താണെന്ന് വെച്ചാൽ അത് ഈ സ്പേസിലുള്ള ഒരു ടൈപ്പ് ഒരു എന്താ പറയുക ഒരു മൾട്ടി സെല്ലുലർ ഓർഗാനിസമാണ്. സോ അപ്പോൾ അതൊക്കെ ആയിട്ട് മെർജായിട്ടാണ് ഇത് സ്പേസ് ഗോഡ്സിലായിട്ട് ഫൈനലായിട്ട് മാറുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഓറിജിൻ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓറിജിനാണ്. അപ്പോൾ ഈ ഒരു സ്പേസ് ഗോഡ്സില ഫസ്റ്റ് ടൈം അപ്പിയറൻസ് നടത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ 1994 വന്ന ഗോഡ്സില വേഴ്സസ് സ്പേസ് ഗോഡ്സില എന്നൊരു മൂവിയിലാണ്. അപ്പോൾ ഇതിനൊന്ന് നിറയെ പേരുകളുണ്ട്, ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ, ഡെത്ത് കൊറോണ, ക്രിസ്റ്റൽ മോൺസ്റ്റർ, അങ്ങനെ പല നെയിംസൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഡിസ്ട്രോയർ കാറ്റഗറി പെടുന്ന ടൈറ്റനാണ്. കാരണം ഇപ്പോൾ മോൺസ്റ്റർ വേഴ്സിൽ തന്നെ ഡിസ്ട്രോയറും പ്രൊട്ടക്ടറും കാറ്റഗറി പെടുന്ന ടൈറ്റൻസ് ഉണ്ട്. നമ്മുടെ ഗോഡ്സിലയും കോങ്ങും ഒക്കെ ഒരു പ്രൊട്ടക്ടർ കാറ്റഗറി പെടുന്ന ടൈറ്റനാണ്. ബട്ട് ഇത് വന്ന് ഡിസ്ട്രോയർ കാറ്റഗറി പെടുന്ന ടൈറ്റനാണ്. കാരണം ഇതുപോലെ ഒരു പക്ക ഈവിലായിട്ടുള്ള ഒരു ടൈറ്റനാണ്. പിന്നെ വന്ന് ഇതിൻ്റെ പവേഴ്സിലോട്ടൊക്കെ നമ്മൾ കിടക്കുകയാണെങ്കിൽ ഇത് വന്ന് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ടൈറ്റനാണ്. നിറയെ പവേഴ്സ് ഈ ഒരു സ്പേസ് ഗോഡ്സിലേക്ക് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് ഇതിൻ്റെ സ്ട്രെങ്ത്തും സ്പീഡും അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൽ പ്രധാനമായിട്ട് ടെലികൈനസിസ് പവർ ഈ ഒരു സ്പേസ് ഗോഡ്സിലേക്കുണ്ട്. ഇത് വലുതായിട്ട് അങ്ങനെ ടൈറ്റൻസിൽ കണ്ടുവരുന്ന ഒരു പവറല്ല, ബട്ട് ഈ ഒരു പവർ ഈ ഒരു സ്പേസ് ഗോഡ്സിലേക്കുണ്ട്. പിന്നെ ടെലിപ്പതി ഉണ്ട്. പിന്നെ വന്ന് ഇതിന് ഫ്ലൈറ്റ് ഉണ്ട്, ഇതിനെ കൊണ്ട് പറക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഈ ഗോഡ്സില ഫോമിൽ പറക്കാൻ പറ്റുന്നതായിട്ട് ഇതാണെന്നാണ് തോന്നുന്നത്. കാരണം അത്രത്തോളം യുണീക്കാണ്. ഇത് കാണാനും ഗോഡ്സിലെ പോലെ ഇരിക്കും, വലിയ വ്യത്യാസമൊന്നും കാണുമല്ലോ. ബാക്കിലായിട്ട് ക്രിസ്റ്റൽസ് എന്നുണ്ട്. സോ അതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ. പിന്നെ ഇതിന് മൈൻഡ് കൺട്രോൾ പവറുണ്ട്. അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സിനെ ഇതിനെ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഫയർ, വാട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ബോഡിയിലുള്ള ക്രിസ്റ്റൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത് ഇതിന് മെയിൻ പവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്രിസ്റ്റൽ വഴി ഇത് ഫോക്കസ് ചെയ്ത് ഒരു സയോണിക് എനർജിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ ബാക്കിലുള്ള ക്രിസ്റ്റലാണ് ഇതിൻ്റെ ഒരു മെയിൻ പവർ എന്ന് പറയുന്നത്. പിന്നെ ഇത് നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റനാണ്. ഇതിന് ഹ്യൂമൻസിൻ്റെ ലെവലിലുള്ള ഇൻ്റലിജൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ ഈ ടൈറ്റൻ വേറെ ലെവലാണ്. ആൻഡ് ഇനി വന്ന് ഇതിൻ്റെ വീക്ക്നെസ്സിലോട്ട് വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്കിലുള്ള ക്രിസ്റ്റലാണ് ഇതിൻ്റെ ഒരു മെയിൻ വീക്ക്നെസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇതിൻ്റെ ക്രിസ്റ്റലിനെ വല്ലത് ഡിസ്ട്രോയ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കാര്യം മൂഞ്ചി എന്ന് പറയും. അപ്പോൾ ക്രിസ്റ്റലാണ് ഇതിൻ്റെ ബാക്കിലുള്ള ക്രിസ്റ്റലാണ് ഇതിൻ്റെ വീക്ക്നെസ്. അപ്പോൾ ഇതൊക്കെയാണ് സ്പേസ് ഗോഡ്സിലെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നി വീഡിയോ ഷോർട്ട് വീഡിയോ ആവുമെന്നാണ് തോന്നുന്നത്. കാരണം വലുതായിട്ട് ഇതിനെപ്പറ്റി പറയാനൊന്നുമില്ല. സോ ഇതിൻ്റെ ഒറിജിനൽ സിമ്പിളൊക്കെയാണ്. അപ്പോൾ ആർക്കൊക്കെ സ്പേസ് ഗോഡ്സിൽ ഇഷ്ടമാണെന്ന് കമൻറ്റിൽ പറഞ്ഞേക്കുക. പിന്നെ മോൺസ്റ്റർ വേഴ്സിലേക്ക് ഈ സ്പേസ് ഗോഡ്സിൽ വന്ന് എങ്ങനെ ഉണ്ടാവും, സോ നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ ഒന്ന് കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കുക. അടുത്ത ഏത് ടൈറ്റിനെ പറ്റി ചെയ്യണമെന്നും കമൻറ്റിൽ പറഞ്ഞേക്കുക, നമുക്ക് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കൊക്കെ ചെയ്തേക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുക മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.